ഹിന്ദു ഐക്യവേദിക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയെ പിൻപറ്റാം. പക്ഷേ ഇന്നത്തെ നിലവിൽ ഹിന്ദു എന്നൊരു വിഭാഗം ഉണ്ട് എന്ന് കേരളത്തിലെ മറ്റ് 2 മുന്നണികളും ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഭാരതത്തിലെ ഇന്ത്യ സഖ്യവും അങ്ങനെ ചിന്തിക്കുന്നില്ല. എത്രമാത്രം ഹിന്ദു വിരുദ്ധത പറയാമോ, എന്തൊക്കെ ഹിന്ദു വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കാമോ. അപ്പോൾ എന്തുകൊണ്ടാണ് UPA ഗവൺമെന്റിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്? അത്രമാത്രം ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ അഴിമതിയിൽ മുങ്ങിയിരുന്നു. ഹൈന്ദവ സമൂഹത്തെ അത്രമാത്രം കുത്തി നോവിപ്പിച്ചു. കേട്ടുപരിചയമില്ലാത്ത കാവ്യ ഭീകരത എന്നൊരു വാക്ക് അവർ കൊണ്ടുവച്ചു. ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരത കൊണ്ട് നട്ടം തിരിയുമ്പോൾ ഇവിടുത്തെ UPA ഗവൺമെന്റ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് കാവ്യ ഭീകരതയെ പറ്റിയായിരുന്നു. പിന്നെ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീകരത കുറയ്ക്കാൻ, വർഗീയ കലാപങ്ങൾ കുറയ്ക്കാൻ ഹിന്ദുവിനെ അനങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നിയമം പശ്ചാത്തലത്തിൽ തയ്യാറാക്കി വെച്ചു. മതം മാറി ചെന്ന പട്ടികജാതിക്കാരുടെ ആനുകൂല്യം, മതം മാറിയ ക്രിസ്ത്യാനികൾക്ക് പട്ടികജാതിക്കാരുടെ ആനുകൂല്യം കൊടുക്കാനുള്ള രംഗനാഥൻ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് വെച്ചു. രാഷ്ട്രത്തിന്റെ നിയമം പിന്നെ ഒരു വിഭാഗത്തിനായി സമ്പത്ത് ഒരു വിഭാഗത്തിനായി ഒഴുക്കി കൊടുക്കേണ്ട മറ്റേ സച്ചാർ കമ്മീഷൻ. ഇങ്ങനെ കൊതിമതിയും കെട്ടപ്പോഴാണ് ഒരു ഭരണമാറ്റം ഭാരതത്തിൽ നടന്നത്. ആ ഭരണമാറ്റത്തെ ഹിന്ദു ഐക്യവേദിയും പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും എല്ലാവരും മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുള്ളൂ. ഒരു ഭരിക്കുന്ന രാഷ്ട്രത്തിലെ ബിഷപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊല്ലാക്ക ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്യാസി ഉണ്ടെങ്കിൽ, ഭരിക്കുന്ന ഭരണാധിപതി ഇവർക്കൊക്കെ ഒന്നാം. അവർക്ക് അവരുടെ ഭാഗത്ത് നന്മകളുണ്ടെങ്കിൽ അതിനെ കാണണം. അവർക്ക് നിയമപരമായ സംരക്ഷണം കൊടുക്കണം. അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. അവർ തെറ്റ് ചെയ്താൽ ഒരു മടിയും കൂടാതെ പൂട്ടുകയും വേണം. അല്ലാതെ ഞങ്ങൾ ഹിന്ദു ആഭിമുഖ്യമുള്ളവരാണ്, അതുകൊണ്ട് ബിഷപ്പുമാർ ഈ നാട്ടിൽ നിന്ന് പോകണമെന്നോ മൊല്ലാക്കമാർ ഈ നാട്ടിൽ നിന്ന് പോകണമെന്നോ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ സാധിക്കില്ല. ഒന്നാമത് അത് ഭാരതത്തിൻ്റെ രീതിയുമല്ല. പാകിസ്ഥാനിലാണെങ്കിൽ മതം മാറ്റി അപ്പോൾ പണി കഴിയും, അല്ലെങ്കിൽ മതപ്രചരണം നടത്തിയാൽ മതി. അതല്ലല്ലോ നമുക്ക്. അതുകൊണ്ട് അവരെയൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ പൂട്ടേണ്ടിടത്തൊക്കെ പൂട്ടണം. അതല്ലാതെ വ്യക്തിപരമായോ അല്ലെങ്കിൽ അവരോടൊരു വൈരാഗ്യത്തോടു കൂടിയോ ഒരിക്കലും പെരുമാറാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ അനുഭാവപൂർവ്വം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ബിഷപ്പ് പാർട്ടിയാണ് എന്ന് പറയാൻ സാധ്യമല്ല. ബിഷപ്പുമാരെ കൂടി, കാരണം ഭാരതത്തിന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി സംശയിക്കാനില്ല, അത് ഇസ്ലാമിക ഭീകരതയാണ്. അതിനുവേണ്ടി പലരും ഒരുമിക്കേണ്ടി വരും, കൈകോർത്ത് പിടിക്കേണ്ടി വരും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ കൈകോർക്കലിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അത് ഇഷ്യൂ ബേസ്ഡാണ്. മതം മാറ്റം വരുമ്പോൾ ഇവരെ എതിർക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യം ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു ക്രിസ്ത്യാനി മതം മാറ്റുന്നതിനെ എതിർക്കുന്നതോടൊപ്പം ഇസ്ലാമിക ഭീകരതയെ എതിർക്കാൻ കൈകോർക്കാൻ തയ്യാറാണെങ്കിൽ ആ കൈവാങ്ങിക്കാൻ ഞങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇന്നത്തെ ഭാരതത്തിൻ്റെ ഒരു ഏറ്റവും ആവശ്യമുള്ളൊരവസ്ഥയാണത്. അത് ഇസ്ലാമിക സമൂഹം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിക ഭീകരത ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ മാനസികമായി ആ കൈ കൊടുക്കലിന് തയ്യാറായേ പറ്റുള്ളൂ.